വിവാഹ ജീവിതം പോലെ തന്നെ ലിവിംഗ് ടുഗദർ റിലേഷനിലും ഇരകളാകപ്പെടുന്നത് സ്ത്രീകളാണ്. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിനിയായ റീജ എന്ന യുവതി ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ശേഷം സുഹൃത്തിനൊപ്പമായിരുന്നു താമസം. എന്നാൽ ഈ ബന്ധവും അവളുടെ ജീവിതം തകർത്തു. സുഹൃത്തായ പ്രമോദ് പലപ്പോഴും വീട്ടിൽ വെച്ച് മർദ്ദിക്കും. പരാതിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രമോദ് അടുത്തിടെയാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. ജയിൽ മോചിതനായ ശേഷവും എല്ലാം പറഞ്ഞു തീർത്ത് രണ്ടുപേരും ഒന്നിച്ച് താമസം തുടർന്നു. എന്നാൽ ഇവർക്കിടയിൽ വീണ്ടുമുണ്ടായ പ്രശ്നം കൂട്ടമരണത്തിലാണ് കലാശിച്ചത്. റീജയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം പ്രമോദ് തൂങ്ങി മരിക്കുകയായിരുന്നു. റീജയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം പ്രമോദ് തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. പ്രമോദ് താമസിക്കുന്ന വീട്ടിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. റീജ കൈയിലും കഴുത്തിലും മുറിവേറ്റ് കട്ടിലിൽ മരിച്ചുകിടക്കുന്ന നിലയിലും പ്രമോദ് തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ശേഷം കുറച്ചുനാളായി അയൽവാസിയായ പ്രമോദിന്റെ വീട്ടിലായിരുന്നു റീജയുടെ താമസം. റീജയ്ക്ക് 2 മക്കളുണ്ട്. 2 മാസം മുമ്പ് പ്രമോദിനെതിരെ റീജ പോലീസിൽ പരാതി നൽകുകയും കേസിൽ ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും ഇരുവരും ഒന്നിച്ചായിരുന്നു താമസം. കഴിഞ്ഞ ദിവസം റീജയെ കാണാതായതോടെ ബന്ധുക്കൾ കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണത്തിൽ ഇവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ താമസിച്ചിരുന്ന വീടാണെന്ന് കണ്ടെത്തി. തുടർന്ന് വീട്ടിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് സംഭവത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. പ്രമോദ് കൂലിപ്പണിക്കാരനായിരുന്നു. കളക്ഷൻ ഏജന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു റീജ. ന്യൂസ് 18 നെയ്യാറ്റിൻകര.